സങ്കീർത്തനങ്ങളും നാം ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണമുള്ള ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ആപത്തുകളും അനർത്ഥങ്ങളും കഴിഞ്ഞ നാളുകളിൽ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ നൽകുന്ന കർത്താവ് കഴിഞ്ഞ നാളിൽ നമ്മളെ വിടുവിച്ച് അതിനെല്ലാം ജയം നൽകി ഈ സന്ധ്യാവേളയിൽ നമ്മൾ ഒന്നിച്ച് ദൈവത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയ കൃപയെ ഓർത്ത് നന്ദിയോടെ അല്പനേരം സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അല്പനേരം നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ലോർഡ് വി വർഷിപ്പ് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയിലല്ലാതെ വേറെയില്ല
We worship you, Lord. Thank you, Lord. Hallelujah. Hallelujah. Thank you, God. Hallelujah. Oh, hallelujah. We praise you. Oh, hallelujah. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം ഓ എൻ ജീവന്റെ ആധാരം അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം ഓ എൻ ജീവന്റെ ആധാരം നീയാണെന്നുള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നും എന്നാശ നിൻ മുൻപിൽ വാണുന്നു ഓ നിൻ മുൻപിൽ വാണുന്നു നീയാണെന്നുള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നും എന്നാശ നിൻ മുൻപിൽ വാണുന്നു Jesus. ഓ നിൻ മുൻപിൽ വാണുന്നു ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം ക്രൂശിലൻ യേശുവിൻ ത്യാഗം എൻ ആത്മാവിൻ സാന്ത്വനം ഓ എൻ ആത്മാവിൻ സാന്ത്വനം ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം ക്രൂശിലൻ യേശുവിൻ ത്യാഗം എൻ ആത്മാവിൻ സാന്ത്വനം ഓ എൻ ആത്മാവിൻ സാന്ത്വനം നീയാണെന്നുള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നും എന്നാശ നിൻ മുൻപിൽ വാണുന്നു Yes, Lord. ഓ നിൻ മുൻപിൽ വാണുന്നു നീയാണെന്നുള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നും എന്നാശ നിൻ മുൻപിൽ വാണുന്നു ഓ നിൻ മുൻപിൽ വാണുന്നു പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോട് ചേർന്ന് പാടാം ലോകാന്ത്യത്തോളവും ഹല്ലേലൂയ നിന്നോട് കർത്താവിൽ സന്തോഷം അവനെന്തരം പാരിതിൽ പാർക്കുന്ന അവനെന്തരം അവനെന്റെ സംഗീതം വിശ്രാമം നാൾതോറും അവനെന്റെ സർവ്വവും
സന്തോഷം അവനെൻ ബലം. പാഴിയിൽ പാർക്കുന്നാൾ അവനെൻ ബലം. അവനെന്റെ സംഗീതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ. 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 നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു. ഹല്ലേലൂയ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണിലെൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുമീനൊക്കെയും അന്നു തീരും. പ്രത്യാശയോടെ പാടാം. വിണ്ണിലെൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുമീനൊക്കെയും അന്നു തീരും. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ നേടിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ നേടിടും ഞാൻ. വിശ്വാസ ജീവിത പാടകെ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകെ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. Hallelujah. We worship you, Lord. We worship you, Lord. Lord, hallelujah. അല്പനേരം കരങ്ങളെ തട്ടി ആത്മശക്തിയോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Let's put our hands together. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്.
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും ഹല്ലേലൂയ ശക്തിയും ബലവും എന്നേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. കൃപയും നിന്നാശ്രയം ഹല്ലേലൂയ. കൃപയും നിന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും നിന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും നിന്നാശ്രയമായി. ഓ കൃപ കൃപയും നിന്നാശ്രയം ഹല്ലേലൂയ. കൃപയും ആനന്ദമായി. വൈരികൾ വന്നാലും ഹല്ലേലൂയ കൃപ മതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഒരു വൈരിയിൻ ബലമവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈ ഹല്ലേലൂയ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും. ഓ ആമേൻ, ആമേൻ. കൃപയും നിന്നാശ്രയം ഹല്ലേലൂയ. കൃപയും ആനന്ദമായി. വൈരികൾ വന്നാലും എതിരു
ഉയർന്നാലും കൃപ മതിയും നാളും. ഓ ഹല്ലേലൂയ. വന്നാലും ഹല്ലേലൂയ ആമേൻ നാളും. ഓ വൈരികൾ വന്നാലും നീതി ഉയർന്നാലും കൃപ മതിയും നാളും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. We praise you. Oh hallelujah. Thank you Jesus. Hallelujah. 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 God, we praise Oh, you, Lord. hallelujah, You are worthy, hallelujah, God. You are hallelujah. worthy. Hallelujah. Thank you, Lord. God, we Oh, lift your hallelujah, name. hallelujah. We praise you, Lord. Hallelujah. Thank you, Jesus. You're worthy of it all. You're worthy Of it all. For from you are all things, and to you are all things. You deserve the glory. You're worthy of it all. You're worthy of it all. For from you are all things, and to you are all things. You deserve the glory. For from you are all things, and to you are all things. For from you are all things, and to you are all things. You deserve the glory. ഓ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ അല്പനേരം പാടി നോക്കപ്പെട്ടു ഞാൻ ഓർത്തും ദൈവയുടെയാക്കിനായി സ്തോത്രം. ദൈവമേ, അല്പനേരം കൂടെ ദൈവമേ വൈകുന്നതിന് മുൻപാകെ ഞങ്ങളായിരിക്കുന്ന കർത്താവ് നമുക്ക് ആവശ്യമായ ആലോചന ഞങ്ങൾ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് അനുസരണമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിനാഥിലെ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനും ബഹുമാന്യനുമായ പാസ്റ്റർ സതീഷ്, പ്രിയപ്പെട്ട അനിതയുടെ പ്രിയപ്പെട്ട അമ്മ, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ശുശ്രൂഷകന്മാർ, വർഷിപ്പ് ടീംസ്, ഇതിനുശേഷം ഇത് കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. ഇത് ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ മാസമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് അറിയിക്കും. യോഹന്നാൻ ഗായസിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങൾ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. As your spirit prospers, let you prosper in all respects and be of good health. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആമുഖമില്ലാതെ ഇന്ന് രാത്രിയിലെ വചന പഠനത്തിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പ്രീച്ചറോട് ചോദിക്കുകയാണ് എന്ന് വിചാരിക്കുക. What is the primary purpose of your preaching? You ask a worship leader, what is the primary purpose of your singing? You ask a Christian leader, what is the primary purpose? ചിലപ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആൻസർ ആയിരിക്കും. But in fact, all of their answers should be the same. നമുക്ക് യോഹന്നാനോട് ചോദിക്കാം, എന്താണ് ആ പർപ്പസ്? യോഹന്നാനെ, നിങ്ങൾ എന്തിനാണ്
ഒരു സുവിശേഷം എഴുതിയത്? Why did you do all this? Why did you write this? He has a very, very specific answer without any ambiguity. Your life becomes meaningful. Your life becomes worth living. Only you have a specific purpose, a specific goal. ഞാൻ സാധാരണ പിള്ളേരെയൊക്കെ കൗൺസിൽ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, what is the purpose of your life? And sadly, most of them just keep quiet. Most of them say, I have never thought of it. അപ്പൊ യോഹന്നാനെ, നിങ്ങൾ എന്തിനാണ് സുവിശേഷം എഴുതിയത്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, നമ്മളതിനെ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പൊതുവിൽ പൊതു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. But when you look at John, I almost love to preach from John many a time. നിങ്ങളോട് കഴിഞ്ഞ തവണ ദൈവവചനം സംസാരിച്ചതും ഞാൻ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നാണ്. നിങ്ങൾ ഭൂരിപക്ഷം പേരും ഓർക്കാൻ വഴിയില്ല. John speaks differently. John's approach is different. John's outlook is different. John's purpose is different. ഞാൻ ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു ചിന്തയാണ് നിങ്ങൾക്ക് പങ്കുവെക്കുക. യോഹന്നാനെ ചോദിക്കാൻ നമുക്ക്, യോഹന്നാനെ നിങ്ങൾ എന്തിനാ ഇത് എഴുതിയത്? യോഹന്നാൻ വളരെ കൃത്യമായ ആൻസർ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, John chapter 20, last 2 verses. I don't know how it is in English Bible. മലയാളം ബൈബിളിൽ last 2 verses of chapter 20 is a separate paragraph. For me, even a division of paragraphs in the scripture, even a comma in the scripture, gives me a new insight. Because this is a living book. Okay, 20-ാം അധ്യായം 20, 21 അല്ല, 30-31, verse 30 and 31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. So my sole purpose of preaching, my sole purpose of worship, my sole purpose of ministry, my sole purpose of writing is this, that you should know Christ. Know Christ as he is. കർത്താവ് എന്താണ് എന്ന് അറിയിക്കാനുള്ള ഒരു പാഷനായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, to glorify Christ through your life, through your preaching. സ്പർജനോട് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടത്? സ്പർജൻ പറഞ്ഞ മറുപടി വളരെ രസമാണ്. A sermon without Christ
is like a loaf of bread without flour. അടുത്ത വാചകം, no Christ in your sermon? Sir, then go home and never preach again unless you have something worth preaching. So what is worth preaching is none other than Christ. നമ്മുടെ ചിന്ത ഈ യോഹന്നാൻ 20-ാം അധ്യായത്തിലെ 31-ഉം 32-ഉം വാക്യത്തെ കേന്ദ്രീകരിച്ചാണ്. Our focus is on a particular word in 30th verse and the purpose is given on 31st verse. എന്താണ് അവിടെ പറഞ്ഞേക്കുന്ന കാര്യം? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളം. ഈ അടയാളം എന്ന വാക്കാണ് നമ്മുടെ ധ്യാനം. ഞാൻ പറയാണ്, ഈ പുസ്തകത്തിൽ ഞാൻ കുറെ അടയാളം എഴുതിയിട്ടുണ്ട്. എത്ര അടയാളം എഴുതിയിട്ടുണ്ട്? വെറും 7 അടയാളം. എൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ 8ാമത്തെ അടയാളം. അത് ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം. പൊതുവെ വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 7 അടയാളം. മത്തായി 21 അടയാളവും അത്ഭുതവും പറയുന്നു. മർക്കോസ് 19 പറയുന്നു. ലൂക്കോസ് 21 പറയുന്നു. But this gentleman, he wrote only 7. That means I write these signs with the sole purpose to make you understand who Christ is. May I ask you a question? Do you value Christ's miracles more or Christ more? Are you following him because of his miracles or because of what he is? ഒത്തിരി കൊല്ലം മുമ്പ് ഞാൻ ഡാളസിൽ വന്നപ്പോൾ, ഡാളസിലല്ല ഹ്യൂസ്റ്റൺ, ഇപ്പോൾ ആച്ചാൻ ഡാളസിൽ, അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ക്യാൻ യു ഗീവ് മീ 1 hour ഓഫ് യുവേഴ്സ്? ഞാൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കണ്ട, ഐ എം ഓൾവേസ് അവൈലബിൾ. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട്, എന്നേക്കാൾ ഒരു 10-30 വയസ്സ് മൂത്ത്, 10-20 വയസ്സ് മൂത്ത ആളാണ്. അദ്ദേഹത്തിന്റെ കാറിലോട്ട് കയറിയിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പാസ്റ്ററിൽ നിന്ന് ദൂതൊന്നും കേൾക്കാനല്ല പാസ്റ്ററെ വിളിച്ചത്. I just want to spend a few hours with you. He asked for 1 hour, but we were together for more than 5 hours in that car, sharing, talking, opening up his heart. എൻ്റെ ജീവിതത്തെ വളരെ സ്പർശിച്ച, മറക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്. പാസ്റ്ററെ, എനിക്ക് ദൂത് കേൾക്കാനല്ല, just want to spend time with you. Do you honor your pastor because of his quality sermons or as a person, Satish? കൃപാവരങ്ങളുടെ നന്മ കൊണ്ടാണോ നിങ്ങൾ ഒരു ദൈവദാസനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്, അതോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയാണോ ആദരിക്കുന്നത്? യോഹന്നാൻ പറയാണ്, ഞാൻ ചില അടയാളങ്ങൾ പറയുന്നു. ഞാൻ ഈ അടയാളങ്ങൾ പറയുന്നത് ഈ അടയാളങ്ങളുടെ വിശേഷത നിങ്ങളെ കാണിക്കാനല്ല, മറിച്ച് ഈ അടയാളങ്ങൾ ചെയ്തവന്റെ വിശേഷത കാണിക്കാനാണ്. I trust you are with me.
ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റുമോ, കർത്താവേ, എനിക്ക് നീ ചെയ്ത നന്മകൾ കൊണ്ടൊന്നും അല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കർത്താവായതുകൊണ്ടാണ്. I love Jesus because he is my Lord. നിങ്ങൾക്ക് കർത്താവ് ചെയ്ത നന്മകൾ കൊണ്ടാണ് നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നതെങ്കിൽ, സ്തേഫാനോസ് എന്ത് കാരണത്തിലാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടത്? He was killed at his young age. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ എന്തിനാണ് കർത്താവിനെ സേവിക്കുന്നത്? Her husband was killed. Her 2 little sons were killed. And why should she follow Christ? She did not gain anything materially. She became a widow for being follower of Christ. Are you presenting Christ to someone because of the gifts that he got? ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഔട്ട്ലുക്കിൽ ഒരു ചലനമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു അപ്പച്ചൻ നമുക്കിതെല്ലാം തന്നതുകൊണ്ട് നീ യേശു അപ്പച്ചനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. അതിലും വലുതായിട്ട് കർത്താവിനെ പ്രസന്റ് ചെയ്യാം. He is much more than the material things. I won't say blessings. The material things that he has provided to us. നമുക്ക് വേഗത്തിൽ വരാം. I love preaching. സമയം പോകുന്ന അറിയത്തില്ല. ആദ്യത്തെ അടയാളം നോക്കൂ. അടയാളം എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നല്ലേ 2-ാം അധ്യായം. നോക്കിയാട്ടെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വായിച്ച് സഹായിക്കാനുണ്ടെങ്കിൽ, പാസ്റ്റർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. John chapter 2 verse 11. ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇതിന് അടയാളങ്ങളുടെ ആരംഭം നോക്കൂ. 2-ാം അധ്യായത്തിലെ ആ പദപ്രയോഗവും 20-ാം അധ്യായം 30-ാം വാക്യത്തിലെ പദപ്രയോഗവും അടയാളങ്ങളുടെ ആരംഭം. കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതത്തിന്റെ വിശേഷത എന്താണ്? നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും കർത്താവ് വെള്ളം വീഞ്ഞാക്കിയിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ആരുടെയും വീട്ടിലില്ല. പിന്നെ എന്താണ്? ഹൗ ഡസ് ഇറ്റ് അപ്ലൈ ടു മൈ പേഴ്സണൽ ലൈഫ്? ഹൗ ഡസ് ഇറ്റ് അപ്ലൈ ടു യുവർ ലൈഫ്? കല്യാണ വീട്ടില് വിരുന്നിന്റെ ഒക്കെ വലിയ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ലേ? ആർ യു ലിസണിങ് ടു ദ illustration of the miracles, or are you listening to the miracle maker's qualities? നിങ്ങളെ വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാം. ഈ കാനാവിലെ കല്യാണ വീട്ടിലെ സംഭവത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ വൈകാരികമായിട്ട് പ്രസന്റ് ചെയ്ത്. But what did John say this? എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഞാൻ ആകർഷിക്കപ്പെട്ടിട്ടില്ല. ആ അത്ഭുതങ്ങൾക്കകത്ത് ഞാൻ യേശുവിൻ്റെ മഹത്വത്തെ കണ്ടെത്താനാണ് ശ്രമിച്ചത്. എന്താണ് ഇവിടെ യേശുവിൻ്റെ മഹത്വം? ഈ അടയാളത്തിൽ, അത്ഭുതം എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, ഈ അടയാളത്തിൽ എന്തു മഹത്വമാണ് നാം യേശുവിൽ കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരുടെയും വീട്ടിൽ
വെള്ളമൊന്നും വീഞ്ഞാൻ കിട്ടില്ല. വെള്ളം വീഞ്ഞാക്കി മനുഷ്യന്മാര് അത്ഭുതമൊക്കെ കാണിക്കുന്ന അസംബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, വീഞ്ഞ് രൂപപ്പെടാൻ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു വീഞ്ഞിന്റെ നിർമ്മാണത്തെക്കുറിച്ച്. ക്വാളിറ്റി വൈൻ ഉണ്ടാകാൻ 18 മാസം വേണം. ഈ സംഭവത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഈ വെള്ളം എപ്പോഴാണ് വീഞ്ഞായതെന്ന് നമുക്കറിയത്തില്ല. It is not declared in chapter 2. When did it become wine? Whether the servants were pouring it in the pot, or whether they were giving unto the person who is the main chef, or he was sharing it to others, or when he tasted, we don't know. എപ്പോഴാണ് ഇത് മാറിയതെന്ന് നമുക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്. എന്താണ് അതിനകത്തെ പർപ്പസ്? എന്നെ ദൈവാത്മാവ് ഇങ്ങനെയാണ് പ്രിയരെ പഠിപ്പിച്ചത്. ഹിസ് authority over time. Something which should mature in 18 months, Christ can make it, do it in a second. You get it? നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പുരുഷായുസ് കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു നിമിഷം കൊണ്ട് ചെയ്യാൻ നാം സേവിക്കുന്ന കർത്താവിന് കഴിയും. രക്തത്താൽ ജയം. എനിക്ക് പെട്ടെന്ന് ഒരു സംഭവങ്ങൾ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കും. 2003 ഞാൻ IPC കുവൈറ്റിന്റെ കൺവെൻഷൻ പ്രസംഗിക്കാൻ കുവൈറ്റിൽ പോയി. രണ്ടാമത്തെ രാത്രിയിലെ എൻ്റെ മെസ്സേജ് ലുക്ക് ബിയോണ്ട് എന്നായിരുന്നു ടൈറ്റിൽ. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. ഞാൻ ആ പ്രസംഗം ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടില്ല, അതിന് ശേഷവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ലുക്ക് ബിയോണ്ട്. മെസ്സേജിന്റെ അന്തരം അവസാനം ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ കുറെ പേര് പ്രാർത്ഥിക്കാൻ. ആ പെങ്കൊച്ച് ഇപ്പോൾ അമേരിക്കയിൽ എവിടെയോ ഉണ്ട്, ഷൈനി എന്നുള്ള പേര്. പിറ്റേ ദിവസം, മൂന്നാമത്തെ ദിവസം, ലാസ്റ്റ് ഡേ കൺവെൻഷൻ കഴിഞ്ഞ് ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് തന്നെ ഒരു കടലാസ് കാണിച്ചു. എൻ്റെ വീട്ടിലെ ഫയലിൽ ഇന്നും ആ പേപ്പറുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ മോളെ ഇത്? അവൾ കരയാൻ തുടങ്ങി. അവൾ പറയാണ്, പാസ്റ്റർ, ഞാൻ ചുരുക്കി പറയാം, ഒരാണ്ടായി എനിക്ക് യാതൊരു ശമ്പള വർധനവും എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടില്ല. ഇറ്റ് വാസ് ഡ്യൂ മന്ത്സ് ബാക്ക്, ബട്ട് they never did. അതൊരു ഫാക്സ് മെസ്സേജ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫാക്സ് മെസ്സേജിന്റെ താഴെ ഡേറ്റും ടൈമും. എന്നിട്ട് അവൾ എന്നോട് പറയാണ്, പാസ്റ്റർ കണ്ടോ ഇത്? ഇതിലെ ഡേറ്റും ടൈമും കണ്ടോ? The time when I came and prayed for you, the order was released. You get me? കർത്താവിന്റെ മഹത്വത്തിൽ അവിടുത്തേക്ക് പ്രവർത്തിക്കാൻ നാം കരുതുന്ന സമയം വേണ്ട എൻ്റെ പ്രിയരെ. ശാന്തല റിമാസിയാന്തന, നീ നാളുകളായി കാത്തിരിക്കുന്നതായാലും കർത്താവിന് ഒരു നിമിഷം കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന ബോധ്യമാണ് ഒരു ഭക്തന് ഈ അടയാളത്തിലൂടെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നോട്ട് എഴുതുന്നവർക്ക് എഴുതാം, പവർ ഓവർ ടൈം, അതോറിറ്റി ഓവർ ടൈം. ക്രൈസ്റ്റ് ഹാസ് authority over time,
rather, Christ has authority over quality. വെള്ളം വീഞ്ഞായി. Haven't you seen God working in some people's life? എന്നോട് ഇടപെടുന്നവരോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം, the greatest miracle that I have seen in my life is I am. എന്നേക്കാൾ വലിയൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടേ ഇല്ല പ്രിയപ്പെട്ടവരെ. I never knew that I will become a preacher. I never believed in the Bible. I never believed in Christ. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് ആര് പറഞ്ഞാലും കർത്താവിന് ഒരു നിമിഷം മതി. സമയം പോകുന്നല്ലോ. രണ്ടാമത്തെ അടയാളത്തിലേക്ക് വരാം. രണ്ടാമത്തെ അടയാളം 4-ാം അധ്യായത്തിൽ. നമുക്ക് വേഗം പോകാം. 4-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, ഞാൻ ആ സംഭവം ഒന്നും വിവരിക്കുന്നില്ല. രാജഭൃത്യന്റെ മകന് സുഖമില്ല. ഇതാ സംഭവം. അവിടെ ഈ അത്ഭുതത്തിനെ കുറിച്ചുള്ള അടയാളത്തെ കുറിച്ചുള്ള വർണ്ണന നമ്മുടെ മെസ്സേജുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ John 4:52. John 4:52. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. ഏതാണ്ട് 15 തൊട്ട് 20 മൈൽ നടക്കണം ഈ രാജഭൃത്യൻ കർത്താവ് ഇരുന്ന സ്ഥലത്ത് ചെന്നിട്ട് മടങ്ങി വരണമെങ്കിൽ. അപ്പൊ ഇയാള് രാത്രി മുഴുവൻ നടന്നോ ആയിരിക്കാം അയാളുടെ വീട്ടിലെത്തിയത്. അപ്പൊ ഇതിനകത്ത് എന്താ നാം പഠിക്കുന്ന കർത്താവിന്റെ മഹത്വം? He said in Dallas and it happened in Houston. You got it? നാം ഇന്ന് രാത്രി ഈ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് കർത്താവിനോട് പറയുമ്പോൾ അങ്ങു ദൂരെ കർത്താവിനിത് പ്രവർത്തിക്കാൻ കഴിയും. യോഹന്നാൻ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ 2-ാം പടവ് എന്ന് വേണേ പറയാം. The next step. He was going into the depth of Christ. He was revealing the depth of Christ. ഇതിനെ എങ്ങനെ വിളിക്കാം കുഞ്ഞെ? ഞാൻ ഇങ്ങനെ പറയാം നിങ്ങളോട്, his power over space. സ്ഥലത്തിന്റെ മീതെ കർത്താവിനുള്ള അധികാരം. എനിക്ക് ഒത്തിരി അനുഭവം നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയും. ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ അത്ഭുതം നടക്കുന്നത്. മറക്കരുത്, ഇതൊന്നും വ്യക്തിപ്രഭാവമല്ല. ശുശ്രൂഷിക്കുന്ന ആളുടെ ശ്രേഷ്ഠതയല്ല. ഞാൻ അതിന് പറയും പെന്തിക്കോസിലെ ആൾ ദൈവങ്ങളും. ആൾ ദൈവങ്ങളില്ല ദൈവസഭയ്ക്ക്. ക്രിസ്തു മാത്രമേ ഉള്ളൂ ദൈവസഭയുടെ ദൈവം. അത്ഭുതം നടക്കുന്നത് ശുശ്രൂഷകന്റെ ശബ്ദത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ കൃപാവരങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടോ അല്ലവേ അല്ല. It is only because of his name. Thank you the worship team. നിങ്ങളുടെ പാട്ടുകളിലെല്ലാം ഫോക്കസ് കർത്താവായിരുന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വെറും വായിച്ച് കേൾക്കുന്ന ഒരു മെസ്സേജ് ആയിട്ട് എടുക്കരുത്. When you kneel down here and pray, you can see what is happening the other side. ഒരിക്കൽ എൻ്റെ മൂത്ത മകൻ ന്യൂയോർക്കിൽ പഠിക്കുക, 2011 or 2012. ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അവൻ വേദപുസ്തകം വായിക്കുന്നില്ല.
മിക്കവാറും എല്ലാ ദിവസവും ഈ കൊച്ചൻ വിളിക്കും. അപ്പം അന്ന് വൈകിട്ട് അവൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞടാ, നീ വേദപുസ്തകം വായിച്ചിട്ട് എത്ര ദിവസമായി? യു ഓൾവേസ് ജസ്റ്റിഫൈ യുവർ മിസ്റ്റേക്സ്. അവന് ഒത്തിരി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവനടുത്ത് ചോദിച്ചു, ഞാൻ വേദപുസ്തകം വായിച്ചില്ലെന്ന് ചാച്ചൻ എങ്ങനെ അറിഞ്ഞേ? ഞാൻ പറഞ്ഞു, മോനെ, ദൈവാത്മാവ് ആരാന്ന് നിനക്കറിയാമല്ലോ. ഇവിടെ ഇരിക്കുന്ന പേരൻസിനോട് ഞാൻ പറഞ്ഞ, നിങ്ങളുടെ മകനും മകളും മുറി അടച്ചിരിക്കുമ്പോൾ ആ മുറിക്കകത്ത് അവരെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്താൻ കർത്താവ് ഒരുക്കമാണ്. You are willing to receive. If you are willing to receive, He has power over space. I have no control over that place. My children are there, my husband is there, or my wife is there. I have no control. But I know a God who can control over there. Hallelujah. നമുക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഈ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. മൂന്നാമത്തെ അടയാളം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം നോക്കിയാട്ടെ. വാക്യം, എന്നാൽ അന്ന് ശബ്ബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബ്ബത്താകുന്നു, കിടക്കിയെടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കിയെടുത്ത് നടക്കാൻ എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു. നോക്കിയേ, ഈ 5-ാം അധ്യായത്തിൽ ആ ബേത്ശേദ കുളത്തിന്റെ കടവിൽ കിടക്കുന്ന 38 കൊല്ലമായ സൗഖ്യമില്ലാതെ കിടന്ന മനുഷ്യന്റെ സൗഖ്യമാണല്ലോ വിഷയം. പക്ഷെ എന്താ ഈ സൗഖ്യത്തിന്റെ പൊരുളെന്താണ്? എന്താണ് ഈ അടയാളം കർത്താവ് ചെയ്തതിന്റെ the purpose and motive behind this? ഇതിന്റെ പർപ്പസ് ആ വാക്യത്തിലാ കിടക്കുന്നത്. Christ has power over Mosaic laws. ശബത്തിന്റെ മുകളിൽ നസ്രയന് അധികാരമുണ്ട്. അത് കാണിക്കാനായി ഈ സംഭവം. നമ്മൾ ഉടനെ പറയോ അവനാരുമില്ല സഹായിക്കാൻ. we present it emotionally. The purpose is absolutely different. മോശയിക പ്രമാണം എന്നത് യഹൂദന്റെ നെഞ്ചിൽ കയറി കിടക്കുന്ന സാധനമാണ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ യഹൂദന് സാധ്യമല്ല. അവന്റെ വീടിന്റെ ഓരോ മൂലയും മോശയിക നിയമങ്ങൾ കൊണ്ട് അധിഷ്ഠിതമാണ്. നമുക്കറിയാം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം, ക്ഷേമ എല്ലാ വർഷവും അവനൊരു ശപഥമായിട്ട് അവന്റെ കുടുംബത്തോട് കൂടെ ചേർന്നിരുന്നു ചൊല്ലുന്നതാണ്. ഇറ്റ് ഈസ് ലൈഫ് ആൻഡ് ബ്രെത്ത്. ശബത്ത് എന്ന് പറഞ്ഞാൽ അവന് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾക്ക് കാണാം, അന്ന് വണ്ടി ഓടിക്കത്തില്ല. കൺസർവേറ്റീവ് ജ്യൂസ് ഇന്നും ശബത്തിന്റെ ദിവസം വണ്ടി ഓടിക്കത്തില്ല. എൻ്റെ മോൻ പറയുന്ന കേട്ടിട്ടുണ്ട്. അവൻ്റെ തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന കോശിയാന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അവൻ്റെ വീട്ടിൽ എന്തോ സാധനം താഴെ പോയിട്ട് അവനത് എടുക്കത്തില്ല. കോശിയോട് പറഞ്ഞു അവൻ എടുത്തു കൊടുക്കാൻ. മനസ്സിലായി? അവരുടെ നിയമത്തോടുള്ള അവരുടെ വിധേയത്വം കർത്താവ് അതിനെ പൊളിച്ചു കളയുകയാണ് ഈ അടയാളത്തിലൂടെ. I trust you understand the gravity of the sign. Christ is above all laws. കർത്താവ് ഒരു നിയമത്തിനും വിധേയനല്ല. ഞാൻ രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാ, നിയമങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത്.
രക്തത്താൽ ജയം. നിയമത്തെ അവൻ മാറ്റി എഴുതിയത് നാം കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം ഈ സന്ദേശം. എന്റെ കർത്താവ് നിയമങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കാൻ ശക്തനാണ്. വേഗം വരട്ടെ. 6-ാം അധ്യായത്തിലാണ് തന്നെയാണ് 4-ാമത്തെ അത്ഭുതം. നിങ്ങൾക്കറിയാം ആ സംഭവം അറിയാം. നോക്കിയാട്ടെ കുഞ്ഞ്, 21-ാമത്തെ വാക്യം. അവർ അവനെ പടവിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടവ് അവർ പോകുന്ന ദേശത്തെത്തിപ്പോയി. മതി. ഇതെന്താ കാണിക്കുന്നത്? നമ്മൾ ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ കർത്താവ് കൊടുങ്കാറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. തെറ്റൊന്നുമില്ല അതിനകത്തൊന്നും. പക്ഷെ ഇതിനകത്തെ ആ പാരഗ്രാഫിലെ ആ ഇൻസിഡന്റിലെ ഏറ്റവും വലിയ അത്ഭുതം കൊടുങ്കാറ്റ് ശാന്തമാക്കിയതല്ല. അപ്പുറത്ത് എത്തേണ്ട പടക് അവര് കണ്ണടച്ച് തുറക്കും മുമ്പ് പടക് അപ്പുറത്തെത്തി. ദൈവത്തിന് മഹത്വം. 4-ാമത്തെ അത്ഭുതം എന്താണ്? കർത്താവിന് 13 ഒരു അത്ഭുതം അടയാളം കൂടെ ഈ അധ്യായത്തിലുണ്ട്. ഹിസ് പവർ ഓവർ നേച്ചർ. 2-ാം അധ്യായമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കണക്ട് ചെയ്യാം. ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. 2 മണിക്കൂർ കൊണ്ട് എത്തിക്കേണ്ടത് കർത്താവിന് 1 നിമിഷം കൊണ്ട് എത്തിക്കാം. ഈ പാസ്റ്റേഴ്സ്, പ്രീച്ചേഴ്സ് നോക്കൂ. ചില ദിവസം സർമണിന് കയറുന്നതിന് മുമ്പ് ശരിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടിയില്ലെന്ന് വരും. ഡെലിബറേറ്റ് അല്ല. നിങ്ങളുടെ പാസ്റ്റർ വളരെ തിരക്കുള്ള മനുഷ്യനാണ്. ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങി പ്രാർത്ഥിച്ചു വരാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. But that may be the day God was using the most. Because God wants to prove that you don't minister because of your power. It's just because of my grace. ദൈവത്തിന് മഹത്വം. ഈ പടകിൽ ഞങ്ങൾക്ക് ഈ ഗലീല കടൽ അറിയാത്തതല്ല. ഗലീല കടലല്ല, നമ്മൾ കടൽ എന്ന് പറയുന്നതാണ്. അതൊരു ഇറ്റ്സ് ലൈക്ക് എ ലേക്ക്. പക്ഷെ അതിൻ്റെ പ്രത്യേകത അവിടെ തിരമാല ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്ന് വെള്ളം ഇളകുന്നത് അൺപ്രഡിക്റ്റബിളാണ്. ഏത് സമയത്തും വരും. അപ്പോൾ ഇക്കരെ അക്കരെ എത്താൻ കഴിയാത്ത നിരവധി അനുഭവങ്ങൾ ഇവർ കടന്നുപോയിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, എനിക്ക് ഒരു പുതിയ മർമ്മം എന്നോട് ദൈവാത്മാവ് പറയുന്നു. ഇതിനു മുമ്പ് നീ ഒത്തിരി പ്രതിസന്ധികൾ ഇതേ വഴിയിൽ അനുഭവിച്ചു കാണും. But God can do afresh something new in your life. രക്തത്താൽ ജയം. 6-ാം അധ്യായത്തിലെ 2, 3 ഇപ്പൊ എത്രണ്ണം നമ്മൾ പറഞ്ഞു? 4 നമ്പർ. 5-ാമത്തത് 7 എണ്ണമാണ് എനിക്ക് നിങ്ങളോട് 8 എണ്ണമാണ് പറയാനുള്ളത്. കുഞ്ഞെ കണ്ടോ? 6-ാം അധ്യായം ബാലകന്റെ കയ്യിലെ 5 യവത്തപ്പം വലുതായിട്ട് വിതരണം ചെയ്തു കൊടുക്കുന്ന സംഭവം എന്താണ്? നമ്മൾ അത് പഠിപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ ഈ അടയാളം യോഹന്നാൻ എഴുതി വെച്ചിട്ട് what is it trying to teach us? 5 ഉള്ളത് 5 യവത്തപ്പം എടുത്തിട്ട് 2 മീൻ എല്ലാവരെയും ഊട്ടിയിട്ട് 12 കൊട്ട തിരിച്ചെടുത്തു. What do you find in it? Christ's power over quantity. ക്രിസ്തുവിന്റെ വസ്തുവിന്റെ അളവിന്മേലുള്ള അധികാരം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ബാങ്കിൽ ആയിരുന്നു ദീർഘവർഷങ്ങൾ ജോലി ചെയ്തത്.
ബാങ്കിൽ ജോലി ട്രാൻസ്ഫറബിളാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടി. എൻ്റെ ഭാര്യ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. ഞങ്ങൾ യങ് കപ്പിളാണ് ആ സമയത്ത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഒരു അപ്രന്റൈസ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കിട്ടിയത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പിന്നീട് ജോലി സ്ഥിരമാക്കും. പക്ഷെ അവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രാൻസ്ഫറബിൾ ജോബ് അല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അവർക്കൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് ജോയിൻ ചെയ്യേണ്ടത്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, ഡേസിയോട് പറഞ്ഞു, ഡേസി നീ എന്ത് പറയുന്നു? ഡേസി പറഞ്ഞു എനിക്ക് ഒരാഴ്ചത്തെ സമയം തരണം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി ട്രാൻസ്ഫറബിൾ അല്ല, സോ ഐ വിൽ നോട്ട് ബി ദെയർ വിത്ത് യു ഓൾ ദ ടൈം. നീ പിള്ളേരുമായിട്ട് താമസിക്കേണ്ടി വരും, ജോലിക്ക് പോകണം, വരാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പറയാവുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി. 7 ദിവസം ആയില്ല, 4 or 5 ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. 4 or 5 ദിവസം ഞങ്ങൾ വൈകിട്ട് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഡേസി ചോദിച്ചു, ചാച്ചൻ്റെ പ്രയോറിറ്റി എന്താണ്? ബാങ്ക് ജോലിയാണോ അതോ മിനിസ്ട്രിയാണോ? നോ ഡൗട്ട് ഇറ്റ് ഇസ് മൈ മിനിസ്ട്രി. ഭാര്യ ഒരിടത്തും ഭർത്താവ് മറ്റൊരിടത്തുമായിട്ട് എങ്ങനെയാണ് വിജയകരമായൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ജോലി വേണ്ട, ഞാൻ ചാച്ചനെയും പിള്ളേരെയും നോക്കി സ്വസ്ഥമായിട്ട് വീട്ടിൽ ജീവിച്ചോളാം. സോ ഷീ ഡിസൈഡഡ് നോട്ട് ടു ഗോ ഫോർ ജോബ്. ടെൽ യു, എൻ്റെ വരുമാനം കൂടിയില്ല. I had the same salary, പക്ഷേ it was very evident that our life completely changed after that. സ്ഥിരം പിള്ളേരെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്ന ഞങ്ങൾക്ക് ആശുപത്രി പോകേണ്ടി വന്നില്ല. പിന്നെ I tell you, നിന്റെ കയ്യിലുള്ള ധനം അല്ല കുഞ്ഞെ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം. അല്ല അല്ല. Money will not make you happy. It is the Lord who gives joy in life. മറക്കരുത്. When money becomes our focus in life, our relationship with the Lord gets affected. Our joy in the Lord gets affected. I tell you with a father's heart. പരക്കം പായുമല്ലേ മനുഷ്യർ പണത്തിന് വേണ്ടി. It will not make you reach somewhere. ഇന്ന് രാത്രി മനസ്സിലാക്കുക, 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ ഊട്ടാൻ കഴിവുള്ള ഒരു മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ശുശ്രൂഷകനുമായി അരമണിക്കൂർ സംസാരിക്കാനിരുന്ന, ദീർഘസമയം സംസാരിച്ചു. നോട്ട് പാസ്റ്റർ സതീഷ്, someone else. അവര് പറയാണ്, they were going through very difficult times with regard to finances. അവരുടെ കൊച്ചിന് കംപ്ലീറ്റ് സ്കോളർഷിപ്പിലാണ് അവളുടെ ഉപരിപഠനത്തിന് കിട്ടിയത്. ഫീസ് മാത്രമല്ല, അവളുടെ മുഴുവൻ ചെലവിനുമുള്ള പൈസ സ്കോളർഷിപ്പായിട്ടാണ്. They don't have to give a penny for the child's education. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹപൂർവ്വം when Christ becomes our focus, the quality of our life changes, because he can feed with 5 loaves of bread. നാം 5 കാര്യം പറഞ്ഞു. 1, his power over time. 2, his power over space.
3 ഹിസ് പവർ ഓവർ മൊസൈക് ലോ, 4 ഹിസ് പവർ ഓവർ ക്വാണ്ടിറ്റി, 5 ഹിസ് പവർ ഓവർ നേച്ചർ. അടുത്ത പാഠത്തിലേക്ക് ഞാൻ വരികയാണ്. 9ാമത്തെ പാഠം, 9ാമത്തെ അധ്യായം. Very interesting. Chapter 9 is a very, very interesting chapter in the whole Bible. ഒരു ചെറിയ അത്ഭുതം വർണ്ണിക്കാൻ യോഹന്നാൻ, the whole chapter was used by him. That means that sign was not his focus. He could have written about that sign in one sentence, but he used a whole chapter of 41 verses to speak about that incident, right? So what is his focus, or what is his purpose in describing this particular sign? ആ സൈൻ തുടങ്ങുന്നത് തന്നെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, ഈ ധ്യാനിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഒരു രസമായ കാര്യം കൂടെ പറയാം. ഈ അധ്യായത്തിൽ 12 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തപ്പിയെടുക്കാം എന്താണ് ഈ 12 ചോദ്യങ്ങൾ. 12 ചോദ്യങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകാരിൽ നിന്നുണ്ടാകുന്ന. It itself can be developed into a beautiful sermon. ശ്രദ്ധിക്കൂ, ഈ അടയാളത്തിന് എന്താണ് ജോണിന്റെ ഫോക്കസ്? ഉത്തരം ആ അധ്യായത്തിന്റെ ആരംഭത്തിലുണ്ട്. പിറവിയിലെ കുരുടനായ മനുഷ്യൻ, റൈറ്റ്? 2ാം വാക്യം, ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കാം, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഈ അടയാളത്തിന്റെ ലക്ഷ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്. This question prevails even now, even in this cultured, so-called cultured society, right? അങ്ങേർക്ക് അങ്ങനെ പറ്റിയത് എന്തെങ്കിലും ഒരു കുഴപ്പമാണ്. ഞങ്ങൾ കർത്താവിനെ ഭക്തിയോടെ സേവിച്ചു, ഞങ്ങളുടെ പിള്ളേർക്ക് ഒന്നും വന്നില്ല, അവരുടെ പിള്ളേർക്ക് എന്താ വന്നത്? അപ്പൊ അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. We have heard this many a time. Even somebody told me a couple of months back, അറിയപ്പെടുന്ന ഒരാൾക്ക് ക്യാൻസർ വന്നു. ഒരു സഹോദരി എന്നോട് പറയാണ്, പാസ്റ്ററെ, അങ്ങർക്ക് ക്യാൻസർ വന്നത് നന്നായി, അങ്ങനെ തന്നെ വേണം. ഞാനിങ്ങനെ കൈപൊത്തി, സിസ്റ്ററെ, നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവോ? അവളുടെ കൊച്ചങ്ങനെയായത് Christ is breaking that thought process in human mind. Listen to me carefully. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖകരമായ അനുഭവങ്ങൾ അയാളുടെ കുഴപ്പം കൊണ്ടാണെന്ന് വിധി എഴുതരുത്. നമ്മുടെ ചിന്തയിൽ പോലും അങ്ങനൊരു ചിന്താധാര വരരുത്. So Christ, listen to me, the 7th principle, Christ power over human, എന്താ പറയുന്നത്, അന്ധവിശ്വാസങ്ങളുടെ മേലുള്ള കർത്താവിന്റെ ജയമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നോട് നിങ്ങൾക്ക് പിണക്കൊന്നും തോന്നല്ലേ? ഈ പെന്തക്കോസ്തുകാർ പലർക്കും ഒത്തിരി അന്ധവിശ്വാസമുണ്ട്, ഒത്തിരി അന്ധവിശ്വാസം. ചിലപ്പോൾ അങ്ങ് സങ്കടം വരും. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാ, പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ആദ്യം അറിയേണ്ടത് എന്താണെന്നറിയാമോ? പാസ്റ്ററെ,
എന്നോട് ഇത് ആരെങ്കിലും ചെയ്തതാണോ? എനിക്ക് ക്ഷുദ്രം ചെയ്താണോ പാസ്റ്റർ ഇത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന് പറയുന്ന മറുപടി നിങ്ങളോട് പങ്കുവെക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദി എൻ്റെ വീട്ടിൽ വന്ന് ക്ഷുദ്രം ചെയ്താലും എനിക്കൊന്നും സംഭവിക്കത്തില്ല. ബാലിന്റെ 450 പ്രവാചകന്മാരും അശേരയുടെ 400 പ്രവാചകന്മാരും 850 പ്രവാചകന്മാർ ഒരുമിച്ച് ഏലിയാവെന്ന കൊച്ചു മനുഷ്യന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏലിയാവിന് ഭയമില്ല. നെവർ അണ്ടർഎസ്റ്റിമേറ്റ് ദ ഗോഡ് യു സെർവ്. Nobody can harm you, my dear brothers and sisters. നമ്മുടെ ഈ കുഴപ്പമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ലതും വീഴത്തും. കർത്താവ് മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളെ തകർക്കുകയായിരുന്നു. താങ്ക് യു ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, എന്റെ അകത്ത് ഒരന്ധവിശ്വാസവും ഇല്ല. I have a very clear understanding about my God. There is none like him. അവൻ ദേവന്മാരെക്കാൾ വലിയവനാണ്. വത്സകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയവനെയാണ് നാം സേവിക്കുന്നത്. 7ാമത്തെ പാഠം, 7ാമത്തെ അടയാളം, 11ാമത്തെ നമുക്കറിയാം. ലാസർ ഉയർത്തെഴുന്നേറ്റു. ലാസറെ പുറത്തു വരിക. 11ാം അധ്യായം 43ാം വാക്യം. His power over death. മരണത്തിന്റെ മേൽ കർത്താവിനുള്ള അധികാരം. മരണത്തിന്മേൽ കർത്താവിനുള്ള അധികാരത്തിന്റെ ആപേക്ഷികത മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. It was a proportionate presentation of his power over death. Now, why did I say that? Because Lazarus died again. His power over sin, his power over death was depicted in his resurrection completely or comprehensively. കർത്താവിന് മരണത്തിന്റെ മേൽ അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? നമ്മൾ കണ്ടിട്ടില്ല ആരും മരിച്ചവർ ഉയർത്തെഴുന്നേക്കുന്നു. ഇത് പുസ്തകത്തിലെ ഒരു പഴയ കഥയാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ലാസറിനെ ഉയർപ്പിച്ചത് ഇന്നും നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? ഹിസ് പവർ ഓവർ ഡെത്ത് എന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ലോകത്തിന്റെ മുൻപിൽ തെളിയിക്കാൻ കഴിയുന്നത്? ചൂണ്ടിക്കാട്ടണം. നിങ്ങൾ ഡിവേഴ്സിന്റെ വക്കിലെത്തിയ ഒരു കുടുംബം കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ സന്തോഷമുള്ള കുടുംബമായി തീർന്നത് ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ പറയുന്നത് മുറിഞ്ഞുപോയ മരണത്തിലേക്ക് പോയ ബന്ധത്തെ കർത്താവ് പുതുതാക്കി മാറ്റിയെന്ന. ഹല്ലേലൂയ. മരിക്കാൻ വിധിക്കപ്പെട്ട എന്നെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ച നസ്രയൻ ലാസറിന്റെ ഉയർപ്പിന്റെ മറ്റൊരു ചിത്രമാണ് എൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിൽ വരച്ചു കാട്ടുന്നത്. പ്രിയരെ, ഇന്ന് രാത്രിയിലും നമ്മുടെ അകത്ത് തികഞ്ഞ ബോധ്യം വരണം. മരണകരമായ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. Can I take a few more minutes, please? Yes, yes, sure. ഈ 7 അടയാളങ്ങളാണ് പൊതുവെ വേദശാസ്ത്രജ്ഞന്മാർ യോഹന്നാന്റെ അടയാളമായി പറയുന്നത്.
ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രോഡീകരിക്കാം. His power over time and quality. His power over space. 3, his power over quantity. 4, his power over mosaic law. 5, his power over nature. 6, his power over sin or wrong beliefs. And 7, his power over death. And what am I going to tell you as the 8th one? The 8th one stands different. 7 ഇതുവരെ പറഞ്ഞത് ജനത്തിന്റെ നടുവിൽ കർത്താവ് ചെയ്ത അടയാളം, തൻ്റെ അടുത്ത് വന്ന മനുഷ്യർക്ക് വേണ്ടി കർത്താവ് ചെയ്ത അടയാളമാണ്. എന്നാൽ കർത്താവ് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം ആളുകൾക്ക് വേണ്ടി, മറ്റാർക്കും ചെയ്തു കൊടുക്കാത്തത് കർത്താവ് ചെയ്തു. His special people. His special people who walked with him, who heard him, who watched his quality. ഞാനതിനിങ്ങനെ നിങ്ങളോട് പറയട്ടെ, ആൾക്കൂട്ടത്തിന് ചെയ്യാത്തത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. അതാണ് 21-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നമ്മൾ 20-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലാണ് ഈ സന്ദേശം തുടങ്ങിയത്. നിങ്ങൾ ആ 20-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിന്റെ സ്റ്റൈൽ ആൻഡ് സ്ട്രക്ചർ നോക്കിക്കേ. It is as if he is concluding the book. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. He concluded his book on the last line of chapter 20. Even after concluding his book, he again scribbled something very unique and special. ഇന്നും കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണ് വാചാലരാകുന്നത്? ഞാൻ വളരെ മിതഭാഷയായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ വലിയ ജാടയാണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ, വേദപുസ്തകത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയ, I became very, very active. Why? Because I have known him and I have tasted him. 21-ാം അധ്യായം നിങ്ങൾക്ക് കരച്ചിൽ വരുമോ? കർത്താവ് ചോദിക്കുകയാണ്. 12-ാമത്തെ വാക്യം, ചാപ്റ്റർ 21 വേഴ്സ് 12. യേശു അവരോട്, സോറി, അതല്ല, അതിന് മുമ്പൊരു ചോദ്യമുണ്ട്. വേഴ്സ് 5, കുഞ്ഞുങ്ങളെ, യേശു അവരുടെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. മതി. നിങ്ങൾ ആ വാചകത്തിന്റെ സൗന്ദര്യം കണ്ടോ? കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ? ആരംഭത്തിൽ തന്നെ അവസാനം കണ്ടവന് ഇവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് അറിയാഞ്ഞിട്ടാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? കൂട്ടാൻ വല്ലതുമുണ്ടോ?
ഉണ്ടെന്ന് ഭാവിക്കുന്നവർക്ക് കർത്താവിൽ നിന്നൊരടയാളം ലഭിക്കില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. We live in a world of pretensions. Spirituality is turned to be performances. We call sin not as sin. We call sin as weakness. We present a different gospel. A Christ who blesses you. Repentance has taken out from our vocabulary. Do you have something in your hand? Are you open? Are you honest enough to tell the Lord that I don't have anything? ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടോ 11-ാം വാക്യത്തിൽ അവസാന ഭാഗം, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. വന്ന് പ്രാതൽ കഴിക്കുവിൻ. എന്താണ് അവർ കാണുന്നത്? നമ്മെ അത്ഭുതപ്പെടുത്തും. 9-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ എന്താ കണ്ടേ? തീക്കനലും അതിന്റെ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. From where did it come from? Somebody cooked it? No way. It was not the 7 signs that you see. It is something very special, made not for the public, but a special sign for his beloved. നിങ്ങൾക്ക് ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റും. താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മറ്റാർക്കും ചെയ്യാത്തത് തരാൻ കർത്താവ് റെഡിയാ. എൻ്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ ഒരുക്കമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് സന്ദേശം അവസാനിപ്പിക്കാം. മീൻ അപ്പവും അത്ഭുതമാണല്ലോ കർത്താവ് ചെയ്ത. അതെന്തിനാ തീക്കനലിന്റെ മേളിൽ വെച്ച്? കർത്താവിനൊരു കല്ലേ വെച്ച പോരായിരുന്നു? എന്തായാലും ഉണ്ടാക്കിയതല്ല. Why it was on the coal? തീക്കനലിന്റെ മുകളിൽ എന്തിനാ കുഞ്ഞെ വെച്ചത്? It's indescribable how Christ do things. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു തീക്കനലിന്റെ കഥ? മഹാപുരോഹിതന്റെ വീട്ടുമുറ്റത്ത് ഒരു തീക്കനൽ കൂട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവനെ എനിക്ക് അറിയത്തുപോലുമില്ല എന്ന് പത്രോസ് പറഞ്ഞത് ആ തീക്കനലിന്റെ മുൻപിലായിരുന്നു. No, memory is something phenomenal. നമുക്ക് ഈ ഓർമ്മയെ തടുക്കാൻ പറ്റില്ല. ഓർമ്മ കേറി വരുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പത്രോസ് എന്ന മനുഷ്യൻ ഗലീല കടപ്പുറത്ത് തീക്കനൽ കണ്ടപ്പോൾ
അദ്ദേഹത്തിന്റെ നെഞ്ച് കത്തിക്കാണും. മറ്റൊരു തീക്കനലിന്റെ മുൻപിൽ ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞിട്ടും എനിക്ക് വേണ്ടി മാത്രം അങ്ങ് ഒരത്ഭുതം ചെയ്തല്ലോ. പ്രിയപ്പെട്ടവരെ, the more you see the mind of Christ, you have nothing else to do but to fall on his feet. കർത്താവിന്റെ പാദത്തേക്ക് ഇന്ന് രാത്രി നമുക്ക് വീഴാൻ കഴിയുമോ? Just imagine, my dear brothers and sisters, കഴിഞ്ഞ 2025-ൽ, 2024-ൽ, 2023-ൽ നമ്മൾ ചെയ്തതും പറഞ്ഞതും ഒക്കെ ചിന്തിച്ചാൽ, what right we have to have all his blessings in our lives? അതൊന്നും കണക്കിടാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. പൗലോസ് പറയുന്ന ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ലവ് ഡസ് നോട്ട് കീപ് അക്കൗണ്ട് ഓഫ് ദ പാസ്റ്റ്. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് ആ മുഖത്തേക്ക് നോക്കാം. He is right here. He is right here to give you a new feast which no one else ever did for you. മറ്റാർക്കും ചെയ്തിട്ടില്ലാത്തത്. ഇന്ന് രാത്രി ദൂതിന്റെ മുൻപിൽ നിങ്ങളുടെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം കർത്താവിനോട്, എൻ്റെ കണ്ണൊന്ന് നിറയാൻ സഹായിക്കണേ. പറയണേ പ്രിയരെ, പറയണേ പ്രിയരെ. കർത്താവിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രിയും നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡിയർ പാസ്റ്റർ.